എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമി സീരീസിൻ്റെ എപ്പിസോഡ് 62 ഓക്കെ. അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ഷിയോയും ഷിയാമ എംപയറിലേക്ക് എത്തി. അവ 2 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുന്ന എക്സൈറ്റ്മെൻ്റ് ആണ്. അവിടെ താഴെയിട്ട് ഒരു ആർമി ക്യാമ്പുണ്ട്. ഗോസ്റ്റ് പാസ് എന്നറിയപ്പെടുന്നതാണ് അവിടെയാണ്. അവരോട് ഞങ്ങൾ എത്താറായി എന്നത് പറയുകയാണ്. അവിടെ എന്തോ സൗണ്ട് ഇട്ട് അതെന്താണെന്ന് ചോദിക്കുമ്പോൾ മെഡൂസ അതിന് ഒരുപാട് ഔറ അതുകൊണ്ട് അവിടെ ഫൈറ്റ് നടക്കുന്നു. അതേപോലെ തന്നെ അവിടെ ആ ഫൈറ്റ് അത് നടക്കുകയാണ്. അവിടെയുള്ള ആർമിക്കാരെയൊക്കെ ഒരു മാസ്ക് ഇട്ട് ഒരുപാട് പേര് വന്ന് അടിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യുവാണ്. പ്രതിരോധിക്കാനായിട്ട് ആ ആർമിക്കാരും അവരുടെ കൂട്ടത്തിലെ ഡൗട്ടിങ് ലെവലിലുള്ള ഒരാള് ഒരുപാട് പേര് അടിച്ചിടുവാണ്. ആർമി ജനറൽ കമാൻഡറായ മ്യൂട്ടൈ ജനറൽ മോ എന്ന് പറയാം എതിർക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആരാണ് ഒരു ഡൗ സ്പിരിറ്റ് ഉള്ളവനെ എന്നെ എതിർക്കാൻ കഴിയാമെന്ന് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എതിർക്കുന്നെങ്കിൽ നമ്മുടെ പുറകിലെ സപ്പോർട്ട് കാണും. മിലിറ്ററി റൂളൊക്കെ എടുത്ത് മാറ്റിക്കോ, ഇല്ലെങ്കിൽ ഇവിടെ ബ്രൂട്ടലാകും എന്ന് പറഞ്ഞിട്ട് യുൻഫാൻ എന്ന ഒരാളെ വിളിക്കണം. അതുകൊണ്ട് ഒരുപാട് പേര് വരുന്നു. അതോടൊപ്പം യുൻഫാനും വരുന്നു. അയാളുടെ യുണ്ട സെറ്റിലെ ഒരു എൽഡറാണ് എന്നത് ജനറൽ മോനും മനസ്സിലായി. യുൻഫാൻ വന്നിട്ട് മിലിറ്ററി പവർ എടുക്കാനാകണം അവരുടെ കൂടെ നിൽക്കുകയില്ലെങ്കിൽ ഇവിടെ കിടന്നു മരിക്കുക. എന്നാൽ ജനറൽ മോ അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് പേരെ കൊല്ലാനായിട്ട് നിൽക്കുമ്പോഴാണ് ഒരു ചിരി. യുണ്ട സെറ്റ് പോലെ കൂടുതൽ അറഗന്റ് ആണല്ലോ എന്ന വോയിസ്. അവർ നോക്കുമ്പോൾ ഷിയോയനും ആൾക്കാരും ഇതാരാണ് എന്ന് മനസ്സിലാകാതെ എല്ലാവരും ജനറൽ മോ പോലും ഇതാരാണ് ഡൗക്കിങ് ഡൗഹുവാങ് ഡൗസോങ് എന്ന അതിശയം. അവർ ഉല്ലാസത്തിൽ നിന്നാണ് വന്നതെന്ന് പറയുമ്പോൾ അത് യുൻഷാനാണ് അവരുടെ ലീഡർ എന്ന് പറയുമ്പോൾ യുൻഷാനോ അവൻ ആരായാലും എനിക്കെന്താ എന്ന് പറഞ്ഞ് അവർ താഴേക്ക് ഇറങ്ങി. അവരാരാണെന്ന് മനസ്സിലായില്ല. അപ്പോഴാണ് ആ റോളർ അത് കണ്ടിട്ട് ഇത് ഷിയോയാനാണ് എന്ന് മനസ്സിലായിട്ട് അവൻ്റെ പേര് വിളിക്കുന്നു. അത് കേട്ട് അവിടെ ഉള്ളവർക്ക് ഷോക്ക്. അവ മരിച്ചില്ലേ എന്ന് പറഞ്ഞാണ് അവിടെ സംസാരം. ജനറൽ മൂ പോലെ ഷിയോയനോ അവൻ വന്നിട്ട് അന്ന് ചെയ്ത ഹെൽപ്പ് ഫ്ലാഷ് ബാക്കിൽ അവൻ അതിന് പകരമായിട്ട് എന്തെങ്കിലും തിരികെ ഹെൽപ്പ് ചെയ്യും എന്നത് പറഞ്ഞത് ഓർക്കുവാണ്. ജിയാമ എംപയർ വിട്ടുപോകാൻ ഹെൽപ്പ് ചെയ്തതാകണം. ഇൻഫോവേണത് ഷിയോ നീ എന്ത് ചെയ്താലും ഇവിടെ എല്ലാം കഴിയും എന്ന് പറഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് പറയുന്നു. എല്ലാവരും ചാടി വന്നത് ഓർമ്മയുള്ളൂ. എല്ലാവരും അടിച്ചിട്ട് ഷിയോ സെക്ടറിലുള്ളവർ സ്ട്രോങ് ഡൗ സ്പിരിറ്റ് ആൾക്കാർ ഷിയോന് ഒരുപാട് പവർഫുള്ളായി എന്ന് അവർക്ക് മനസ്സിലായി. പേടിക്കേണ്ട നമ്മുടെ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞൊരു സിഗ്നൽ കൊടുത്തത് അതെന്തേരി എന്ന പോലെ സിയെ ജനറൽ മൂവാണെങ്കിൽ ആകെ ടെൻഷനായി. എന്ന് അവിടെ ഷിയോരു ആൾക്കാരുണ്ടായിരുന്നല്ലോ, നമുക്ക് ടൈമായി എന്ന് പറയുന്നു. പിന്നെ അവിടെ വെളിയിൽ വലിയൊരു ഫൈറ്റ് അതിൻ്റെ സൗണ്ട്. എന്നിട്ട് ഷിയോ എന്നിട്ട് ഓൾ ക്ലിയർ, ഇവിടെ വെളിയിലും ആൾക്കാരുണ്ടായിരുന്നു എന്ന യുൻഫാൻ അവനോട് നീ പോയിട്ട് ഷിയോൻ്റെ ഇൻഫർമേഷൻ പറ, ഞാൻ ഇവനെ അറ്റാക്ക് ചെയ്ത് വരാം എന്ന് പറഞ്ഞ് സോഴ്സ് കിറ്റ് ഉപയോഗിക്കുന്നു. അവൻ പോകാൻ നോക്കുന്നു എന്ന് പിടിച്ചു വെച്ചിരിക്കുന്നു. മറ്റേ ഗ്രാവിറ്റി അല്ലെങ്കിൽ വാക്കം പോകാൻ അത് ഉപയോഗിച്ച് പിടിച്ചു വെച്ച് അയാൾ അറ്റാക്ക് ചെയ്ത് പോകാൻ നോക്കി. അവൻ പോകണല്ലോ, പേടിക്കണ്ട പോകില്ല എന്ന് പറഞ്ഞിട്ട് ആ സ്കില്ലും ബ്രേക്ക് ചെയ്ത് അവനെയും കൊന്നു കളഞ്ഞ് അയാളെ പിടിക്കാനായിട്ട് പോയി. നേരെ കാര്യം പറയില്ല, നേരെ ഒന്ന് ഒറ്റയാടി. യുൻഫാൻ പറയുന്നുണ്ട് നീ എന്നെ കൊന്ന യുൻഷാൻ എന്ത് ചെയ്യണമെന്ന് അറിയാലോ. അതിന് യുൻഷാൻ അവനെ കൊല്ലാനാണ് പോകുന്നത്, നീ അതിനാവശ്യമില്ല എന്ന് പറഞ്ഞ് ഗ്രീൻ ഫ്ലെയിം ഉപയോഗിച്ച് കത്തിച്ചു കളഞ്ഞു. അതോടെ കണ്ടു നിന്നവർക്ക് ഫിയറായിട്ട് അവരും ഒന്നും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മുട്ടും കുത്തി. അത് കഴിഞ്ഞ് മീറ്റിംഗ് പോലെ അവരോട് നന്ദിയൊക്കെ പറയുകയാണ്. 3 വർഷത്തിനിടയിൽ നടന്ന കാര്യങ്ങൾ അത് പറയാനായിട്ട് തുടങ്ങി. യുൻലാൻഡ് സെറ്റ് മുൻപത്തെ പോലെയല്ല, ഒരുപാട് ഡിസിപ്ലിൻസിനെ കൊണ്ടുവന്നു. 3 കിങ്ഡം അവിടെ പല ഭാഗത്തായിട്ട് അവിടെ ശാഖ ഉണ്ടാക്കി. അവിടെ സ്ട്രെങ്ത് ഈ റോയൽ ഫാമിലി പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത അത്ര ഉയരത്തിലെത്തി. അതിൻ്റെ അഹങ്കാരം കാണിച്ചു തുടങ്ങി. ഷിയോ ഫാമിലിയിൽ അറ്റാക്ക് ചെയ്തു എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം യുൻലാൻഡ് സെറ്റിനെയാണ് കാണിക്കുന്നത്. അവിടെ ട്രെയിനിങ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് മിസ്റ്ററി ക്ലൗഡ് സെറ്റ് അല്ലെങ്കിൽ യുൻലാൻഡ് സെറ്റ്? അതിന് കാരണം ക്ലൗഡിന് മുകളിൽ നിൽക്കുന്നത് കൊണ്ടാകണം. യുൻഷൻ ഗോസ്റ്റ് ബസിന്റെ കാര്യം എന്തായെന്ന് ചോദിക്കുമ്പോൾ യുൻഫാന്റെ വിവരം ഒന്നും അറിഞ്ഞിട്ടില്ല. 5 ദിവസം കൂടി നോക്കാനായിട്ട് പറയുന്നു. ജിയാമ എംപയർ കൂടി പിടിച്ചെടുത്ത അവരാകും ഏതൊരു ഭാഗത്തെ കോണ്ടിനെന്റിലെ സ്ട്രോങ് ആയിട്ട് മാറുക. ഈ കോണ്ടിനെന്റ് വലുതാണല്ലോ, അതിലെ ഒരു ഭാഗം അതിനെല്ലാം സെറ്റാണ്. മെയിനായിട്ട് മിറ്റൽ ഫാമിലി ഹൈബോട്ടം ഉണ്ടല്ലോ, അത് പ്രശ്നമാകുമെന്ന് പറയുമ്പോൾ യുൻഷ അതൊന്നും മൈൻഡ് ആകുന്നില്ല. ജിയാമ എംപയർ എത്രയും പെട്ടെന്ന് ക്ലിയർ ആക്കാനായിട്ട് പറയുകയാണ്. ജനറൽ മൂവ് ആണെങ്കിൽ മിറ്റൽ ഫാമിലിയിൽ ടാങ്ഷൻ യാഫയ്ക്ക് ലീഡർ സ്ഥാനം കൊടുത്തു. 2 വർഷം കൊണ്ട് റോയൽ ഫാമിലി പോലും അവരുടെ കൂടെ ജോയിനായി. ടോപ്പ് ഫാമിലിയിൽ 1ാം സ്ഥാനത്ത് പോയി. ഷിയോൻ അത് കേട്ടിട്ട് പാസ്റ്റിൽ അവനെ ഹെൽപ്പ് ചെയ്തത് ആലോചിച്ചിട്ട് പകരം 100 തവണ അവരെ ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞ ആൾക്ക് ജനറൽ മൂവിനോട് ഷിയോന്റെ യുൻഷിയുടെ കാര്യം ചോദിക്കണം. മുൻപ് ലീഡർ ആയിരുന്നല്ലോ, ഇപ്പം എങ്ങനെ മാറിയെന്ന്. അതിനെ പറയുന്നത് ഷിയോനായിട്ടുള്ള ഫൈറ്റിൽ അവന് ഫേവറായിട്ട് ചെയ്തതുകൊണ്ടാണ്. മേ ബി ആ സീഡ് അത് ബ്രേക്ക് ചെയ്തതുകൊണ്ടാകാം. അവന് സങ്കടം തോന്നുന്നു, ഒരെണ്ണം പോരാ. അവർ ജിയാമ എംപയറിനെ അറ്റാക്ക് ചെയ്യാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്, മെയിനായിട്ട് മിറ്റൽ ഫാമിലിനെ. അത് കേട്ട് ഷോക്കായി. കാര്യം ഷിയോ ഫാമിലിനെയും ഷിയോയെയൊക്കെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ആ ഹൈബോട്ടോവും മിറ്റൽ ഫാമിലിയാണ് രക്ഷിച്ച്. അതുപോലെ തന്നെ ഇപ്പോഴും ഷിയോ ഫാമിലിനെ സംരക്ഷിക്കുന്നത് അവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഷിയോ എത്രയും പെട്ടെന്ന് തന്നെ മിറ്റൽ ഫാമിലിയിലേക്ക് പോകണം എന്ന് പറയുകയാണ്. ഓക്കെ എന്ന് പറഞ്ഞിട്ട്
ജനറൽ മൂവിനോടും ബൈയും പറഞ്ഞു പോയി. യുല്ല സെറ്റിലെ മിറ്റൽ ഫാമിലി അറ്റാക്ക് ചെയ്യാനായിട്ട് ആൾക്കാരെ സെറ്റാക്കുകയാണ്. യുൻഷിക്ക് മനസ്സിലായിട്ട് ടീച്ചറിന് പിന്നെ ഒരുപാട് തെറ്റ് ചെയ്യുന്നു. ഷിയോ നീ ജിയ മെമ്പറിലേക്ക് വരരുത് എന്നാണ് അവൾ പ്രാർത്ഥിക്കുന്നത്. ഈ സമയത്ത് യുല്ല സെറ്റിലെ ആൾക്കാരെ സെറ്റാക്കുന്ന സമയത്ത് സോൾ ഹാളിന്റെ സീക്രട്ട് കൾട്ടിവേഷൻ അതിലൂടെ 2 ഹുവാങ് ലെവലുള്ള ആൾക്കാരെ എടുത്ത് എന്തുകൊണ്ടാണ് ഹൈബോട്ട് അങ്ങനെ വലിയ മൈൻഡ് ആക്കാത്തത് എന്ന് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ഒരുപാട് ഡൗ എംബറർ അല്ലെങ്കിൽ ഡൗ ഹുവാങ്ങിനെ എങ്ങനെ ഒപ്പിക്കുന്നു എന്നും കാണാം. അവരുടെ പേര് ഡോൺ ചായും. അവർക്ക് എങ്ങനെ കൾട്ടിവേഷൻ തന്നതിന് നന്ദി പറയുമ്പോൾ ഷിയ ഫാമിലിയിലുള്ള ഒരുത്തനെയും വെറുതെ വിടരുത്, എല്ലാവരും കൊല്ലണം. അവരും ഒക്കെ പറഞ്ഞു പോയി. അവർ പോകുമ്പോൾ ആ മിസ്റ്റീരിയസ് സമയം വരുമ്പോൾ ഷിയ ഫാമിലിനെ ഇല്ലാതാക്കാൻ എന്തിനാണ് പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. യുൻഷാൻ ചെയ്യുന്ന കാര്യത്തിൽ ഇടപെടുന്നില്ല, അതുപോലെ തന്നെ നമ്മുടെ കാര്യത്തിൽ ഇടപെടണ്ട ഓക്കെ എന്ന പോലെ യുൻഷാൻ. അപ്പോൾ സോൾ ഹാളിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഷിയോയൻ ടെൻഷനായിട്ടിരിക്കുന്നു. എന്തിനാണെന്ന് വെച്ചാൽ മിറ്റൽ ഫാമിലിനെ അറ്റാക്ക് ചെയ്യാൻ വരുവാണല്ലോ. അതേപോലെ തന്നെയാണ് നടക്കുന്നത്. മിറ്റൽ ഫാമിലിയെ ടാർഗറ്റ് ചെയ്ത് യുല്ല സെറ്റ് അറ്റാക്ക് ചെയ്യുവാണ്. ആ പറക്കുന്ന ജീവികളുടെ മുകളിൽ കയറി ഒരുപാട് പേര് വരുന്നു. അവരെ എതിർത്തുകൊണ്ട് ഹൈബോട്ട് യാഫയുടെ കമാൻഡിലെ ആൾക്കാർ ആരോസ് വിട്ട്, അത് ഡൗക്കി ബ്രേക്കിംഗ് ആരോസ് ടാങ്ക്സിനും മിറ്റൽ ഫാമിലി ഉള്ളവർ അങ്ങനെ എല്ലാവരും കൂടെ പരമാവധി നോക്കുന്നുണ്ട്. എന്നാൽ ഹൈബോട്ടോങ് ഒരു ഡൗ ഹുവാങ് ആയതുകൊണ്ട് തന്നെ ഒരുവിധ ആൾക്കാരെ അറ്റാക്ക് ചെയ്ത് വീഴ്ത്താൻ കഴിയുന്നുണ്ട്. ഹൈബോട്ടോങ്ങാണ് അവിടുത്തെ അടിത്തറ അല്ലെങ്കിൽ തൂണ് എന്ന് തന്നെ പറയാം. കാരണം ഒരുപാട് പേരെയാണ് കൊല്ലുന്നത്. അതേപോലെയൊന്നും മിറ്റൽ ഫാമിലി ഉള്ളവർക്ക് കഴിയുന്നില്ല, കുറേ പേരൊക്കെ മരിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ പോലും ഷിയ ഫാമിലിനെ ഹെൽപ്പ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരവസ്ഥ വന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഇല്ല സെറ്റ് നമ്മളെ ടാർഗറ്റ് ചെയ്തില്ലായിരുന്നു എന്ന് പറയുവാണ്. എന്നാൽ ടാങ്ക്സ് നിങ്ങൾ ഇതിൽ ഫോക്കസ് ചെയ്യും. അങ്ങനെ ഒരുപാട് പേര് വരുന്നതിലൊക്കെ ഒരു പരിധിവരെ അടിച്ചിടുന്നു. ഹൈബോട്ടോങ്ങും ഒരുപാട് പേര് അങ്ങനെ അടിച്ചിടുമ്പോഴാണ് ഫസ്റ്റ് ബ്രദർ വന്നിട്ട് ഹൈബോട്ടോങ്ങിനോട് ഷിയ ഫാമിലി കാരണമാണ് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നത്. അപ്പോഴേക്കും ഒരു സ്കില്ല് ഉപയോഗിച്ച് തന്നെ എല്ലാവരും ബേക്കിലോട്ടാഴ്ത്തി അല്ലെങ്കിൽ ബേക്കിലോട്ടാക്കി. ഇത്ര നാൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് മതി, ഇനി അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ ആൾക്കാരെ സാക്രിഫൈസ് ചെയ്യേണ്ട, അവർക്ക് ആവശ്യം നമ്മളല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഹൈബോട്ടോങ്ങൊന്നും കാര്യമൊന്നുമില്ല. ടാങ്സിനാണെങ്കിൽ ബാക്കിയുള്ള ഫാമിലീൻ്റെ കാര്യം ചോദിക്കുകയാണ്. നളൻ ഫാമിലി പോലെ കുറച്ച് ഫാമിലീസ് ഉണ്ട്, മൂ ഫാമിലി പിന്നെ റോയൽ ഫാമിലി. എന്നാൽ അവർക്കാർക്കും ഹെൽപ്ലെസ് ആണ്. കാരണം എല്ലാ സെറ്റിലെ ടാർഗറ്റ് ചെയ്യും എന്നതോർത്ത്. അതുകൊണ്ട് തന്നെ മിറ്റൽ ഫാമിലിക്ക് അതൊരു വലിയ പണി തന്നെയാണ് മനസ്സിലായി. ഷിയോയൻ വരും എന്ന പ്രതീക്ഷയാണ് ഹൈബോട്ടോങ്ങിന്. അങ്ങനെ നിലയ്ക്കാണ് അങ്ങോട്ട് വലിയൊരു 2 അവർ വരുന്നത്. അവർ നോക്കുമ്പോൾ ആ ഡൂയിൻ ചെയ്യുന്ന 2 ഡൗ ഹുവാങ്. പുതിയ ഡൗ ഹുവാങ്ങിനെ കണ്ട് അവർക്ക് ഷോക്ക്. ഇത് ആരുടെ അച്ഛസന്തമാണ്? ഷിയ ഫാമിലിനെ തന്നാൽ ഇവിടെ ഇത് കഴിയും, ഇല്ലേ ഇവിടെ രക്തക്കളാവും. എന്നാൽ ഹൈബോട്ടോങ്ങിനെ ഷിയ ഫാമിലിനെ അകത്ത് കൊണ്ടുപോകാനായിട്ടാണ് പറയുന്നത്. ടാങ്സിൽ നിങ്ങളാണ് അവരുടെ അവസാന കാവലി, എന്ത് വില കൊടുത്തും സംരക്ഷിക്കും. ഹൈബോട്ടോങ്ങിനോട് നീ ഒറ്റയ്ക്കാണോ നിങ്ങൾ എതിർക്കാൻ നോക്കുന്നത് എന്ന് പറയുമ്പോൾ ഹൈബോട്ടോങ്ങിന് മനസ്സിൽ ഇവർ ഡൗ ഹുവാങ് ലെവലിൽ ഉണ്ട്. എന്നാൽ അവരുടെ അവർ അത് സ്റ്റേബിൾ അല്ല. യുൻഷൻ എന്ത് സീക്രട്ട് ടെക്നിക്ക് വഴി അവരാക്കിയതാണ്. മിറ്റൽ ഫാമിലി നിങ്ങളുടെ മുന്നിൽ ഗീവ് അപ്പ് ചെയ്യാനായിട്ട് യുൻഷൻ അതിനൊരു യോഗ്യതയില്ല. പിന്നെ എന്താണ് മിറ്റൽ ഫാമിലിയായിട്ട് യുല്ല സെറ്റിൻ്റെ വാറ് തുടങ്ങി. അപ്പോൾ അത് അടുത്ത എപ്പിസോഡ് കാണാം. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.